ദൈവത്തിൻ പുത്രന് ആരാധന, രാജാധിരാജന് ആരാധന, ദൈവത്തിൻ പുത്രന് ആരാധന. കർത്താവിന്റെ മഹത്വം എവിടെ? His glory is here. കർത്താവിന്റെ മഹത്വം ഇവിടെ. Oh glory, amen, glory, hallelujah. എല്ലാവരുടെ മേലെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി നിറയട്ടെ. അവ ഓ സ്തുതിക്കുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അവരെ നയിച്ച പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജ്ഞാനം ഇവിടെ ഈ കൂടാരത്തില് നിന്റെ മേൽ സ്വീകരിക്കാൻ നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ഒരു വെൺമേഘമായി ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, the Holy Spirit, the Holy Spirit, the Holy Spirit is upon you, upon you, upon you. Oh, hallelujah, hallelujah, glory. യേശുവിന്റെ നാമത്തിൽ പിതാവായിരിക്കുന്ന ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്റെ ആത്മാവില് ഇറങ്ങി വന്ന് നിറയട്ടെ. In the name of Jesus, the Holy Spirit will come and fill you. Receive the power and you be free. Amen. Hallelujah. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. Hallelujah. Praise and സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുക. Hallelujah. യേശു രക്ഷയുടെ കവാടം എല്ലാവർക്കും തുറന്നു വെച്ചു. Jesus has opened the salvation door for everyone. പക്ഷേ ആ ഒരു സത്യത്തെ അംഗീകരിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. But this truth was not accepted by many. അതിന് പല കാരണങ്ങളുണ്ട്. There are many reasons for it. പക്ഷെങ്കിലും കാലത്തിന്റെ തികവിലെ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ വീണ്ടും ഈ വലിയ സത്യത്തെ ദൈവ ലോകത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. And through the Holy Virgin Mary, Lord Almighty is revealing this truth to the world. 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയം അതുകൊണ്ടാണ് ആ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് നരകം കാണിച്ചു കൊടുത്തത്. And because of this, the Holy Virgin Mary, in her apparition to those 3 kids in 1917, she showed the vision of hell to those 3 kids. എല്ലാവരും ഈ കാര്യങ്ങൾ വായിക്കുന്നു, മനസ്സിൽ സൂക്ഷിക്കുന്നു, അതിനപ്പുറത്ത് ചിന്തിച്ചിട്ടില്ല. People read the things, they keep it in their mind, but beyond that they never think over it. നരകത്തിന്റെ ഭയാനത കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ മറിയം ഒരു കാര്യം പറയുന്നുണ്ട്. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. The horror of hell, the Holy Virgin Mary showed to them, and she said, do you see the pathetic state of those sinners? അതിന് പരിശുദ്ധ മറിയം പറയാണ്, to save them, അവരെ രക്ഷിക്കുവാൻ വേണ്ടി എന്റെ ബിംബഹൃദയ ഭക്തി ലോകത്തിൽ സ്ഥാപിക്കപ്പെടണം. To save those souls, the immaculate heart of Holy Virgin Mary must be glorified in this world, must be പരിശുദ്ധ മറിയത്തിന്റെ ബിംബഹൃദയം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. And to glorify her immaculate heart, we say the Holy Rosary. പ്രിയമുള്ളവരെ, ഈ വലിയൊരു സത്യത്തെ തിരിച്ചറിയുവാൻ ലോകത്തെ കൊണ്ട് കഴിഞ്ഞില്ല. Dear people, we could not realize this great truth. കത്തോലിക്ക സഭയുടെ വെബ്സൈറ്റിൽ ഈ ഫാത്തിമ സന്ദേശത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. To save them, to save this lost soul, നഷ്ടപ്പെട്ടു പോയ ആത്മകളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കുറേയേറെ കാര്യങ്ങൾ മാതാവ് ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു വാക്ക് പറയാൻ മനുഷ്യന് ഭയമാണ്. നരകം എന്നൊരു വാക്ക് പറയാനായിട്ട് അത് ശുദ്ധീകരണ സ്ഥലമായിട്ട് പലപ്പോഴും മാറിപ്പോവുകയാണ്. And the Catholic Church is very much aware of the message of Fatima, that we should pray for the souls who are in heaven. But during those days, people were scared of speaking of such things.
ഒരുവന്റെ നിത്യമായ ശിക്ഷ സംഭവിക്കുന്നത് അന്ത്യവിധിക്ക് ശേഷമാണ്. The eternal punishment is granted after the final judgment. അപ്രകാരം സംഭവിച്ചാൽ പിന്നെ ഒരുവനും പോലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. And after that final judgment, no one can be saved. ഇപ്പോൾ അനേകം പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. Now many have been punished. നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. And many are suffering, getting afflicted. എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങളിലൊക്കെ ചില മനുഷ്യരെ കൊലപാതകം ചെയ്തിട്ട് അവര് മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി കുർബാന ഒപ്പീസ് ഒരു കുറവും മനുഷ്യൻ വരുത്തുന്നില്ലല്ലോ? ഒരു കൊലപാതകയാണ് മരിച്ചുപോയത്. സ്വന്തം കുടുംബത്തിലെ അപ്പൻ പാപത്തിലാണ് മരിച്ചതെങ്കിലും ആ മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ അപ്പന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കരുത്. അമ്മ പാപത്തിലാണ് ജീവിച്ച് മരിച്ചതെങ്കിൽ, ആത്മഹത്യയിലാണ് മരിച്ചതെങ്കിൽ മക്കൾ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ മാരകമായ പാപം ചെയ്തവർക്ക് വേണ്ടി പോലും നിലവിളിക്കുന്ന മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്. And people are here in this world who even cry out to save from mortal sin. Even if a person has killed his own family member, their family member cry out to save that soul. ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഭരിക്കുന്ന അനേകം രോഗങ്ങള്, പൈശാചിക പീഡകള്, ആത്മഹത്യകള്, കടബാധ്യതകള്, ദുർമരണങ്ങള്, അനേകം തരത്തിലുള്ള കലാപങ്ങള്, വർഗീയ സംഘടനകള്, യുദ്ധങ്ങള്, ഭൂമികുലങ്ങള്, സുനാമി, അനേകം പ്രശ്നങ്ങളുടെ പുറകില് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കള് സാത്താന്റെ അടിമകളായി, അശുദ്ധാത്മാക്കളായി അവരിതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയാണ്. And in every family, in the form of individual sin, family sin, in natural calamities, in the form of deaths and suicides, behind all these things, only one power is active, that is the power of Satan. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കിയെങ്കില് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ അഭിഷേകത്തിലൂടെ അശുദ്ധാത്മാക്കളെ പിടിച്ചു കെട്ടുവാനും അവരുടെ മേലുള്ള സാധാരണ ശക്തിയെ പിഴുതെറിഞ്ഞ് ഈ അശുദ്ധാത്മാക്കളെ സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് സ്പിരിറ്റ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000 years ago, by the power of word, Jesus cast out evil spirits. And after 2000 years, the same power, the same anointing is given to Spirit in Jesus to bind evil forces and to set God's children free. Spirit in Jesus ഇതുവരെ ഒരു ആത്മാക്കളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം യേശുവിന്റെ നാമത്തില് കീഴടങ്ങാൻ പറയുമ്പോൾ they have to obey. അവർ കീഴടങ്ങുന്നു. And in the name of Jesus, when we say surrender, these souls surrendered before the power of Jesus. എത്രയോ വ്യാജമായ കാര്യങ്ങളാണ് ലോകത്തിൽ പ്രചരിച്ചത്. There were a lot of misunderstanding about Spirit in Jesus group that they call spirits and all, but it is the Lord who sends spirits to us and He commands us to set them free in the name of Jesus, and that service we render to the Lord. ഇത് ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് നിങ്ങൾ മാത്രമല്ല, എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ലക്ഷങ്ങളെ കോടികളെയുമാണ് നഷ്ടപ്പെട്ട ആത്മാക്കള്. Today when I am preaching, not only you, but in the unsealed world, crores and crores of souls are listening to this good news. 1997 മുതൽ ഓരോ ശുശ്രൂഷകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കള് ഇടിച്ചു കയറി വരുന്ന കണ്ടിട്ടുണ്ട്. വലിയ നിരകളില് ഒരുപക്ഷെ ലക്ഷങ്ങളോ 10,000 കോടികളോ ആയിരിക്കാം. പരിചയമുള്ള മുഖങ്ങൾ അവർ ഇടിച്ചു മുമ്പിൽ കയറി കണ്ടിട്ടുണ്ട്. പരിചയമുള്ള മുഖങ്ങളാണ് വചനം കേൾക്കാൻ വേണ്ടിയിട്ട് മരിച്ചവരുടെ ആത്മാക്കള്. From 1997-98, I have seen myriads and myriads of souls coming. From them, I have seen some known faces also. They are coming and they are being saved in the name of Jesus. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് സൃഷ്ടിയുടെ ആരംഭത്തിന് ശേഷം ഇങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടില്ലാത്ത കോടിക്കണക്ക് ആത്മാക്കളാണ് ഓരോ ശുശ്രൂഷകളും കടന്നു പോകുന്ന. ഒരു പക്ഷേ ചില വന്ന് കഥാനെ സ്വീകരിക്കും, ചില സ്വീകരിക്കില്ല. അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അനേകം ബൈബിളിൽ വായിക്കുന്ന അനേകം ചരിത്രത്തിൽ ഉറങ്ങുന്ന അനേകം മനുഷ്യാത്മാക്കള് കടന്നു വന്നിട്ടുണ്ട്, കീഴടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ട്. Through our services, myriads and myriads of souls have come who were not saved right from the time of creation of the world. They will come, they will hear the word of God, they will be stubborn, but we will offer the holy mass, we will offer rosary, and we will keep on praying, and they will surrender before Lord Jesus, and they have moved on to salvation. നഷ്ടപ്പെട്ടു പോയ അശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞ് ലോകം തള്ളിക്കളഞ്ഞ പാപം മനുഷ്യരുടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ടെന്ന്
പഠിപ്പിച്ചത് ഈ അഭിഷേകമാണ്. And this anointing has taught the lost soul whom nobody thought that will be saved. God has saved them through this service of Spirit in Jesus. പഠനങ്ങളുടെ പേരിൽ ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതിയെ ഉപേക്ഷിച്ചു പോയില്ല. And because of this teaching, when troubles came, we never rejected this teaching. ലോകത്തിന്റെ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങൾ ഇതൊന്നും പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. And these teachings were not getting along with the teachings of the church. ദൈവത്തിന്റെ പദ്ധതിയാണിത്. And this is the plan of God. ദൈവത്തിന്റെ സകല മക്കളെയും വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And God wants that his all children to be saved. നഷ്ടപ്പെട്ട എല്ലാവരെയും, All souls which are lost. നഷ്ടപ്പെട്ട തള്ളപ്പെട്ടു പോയ ദൈവദൂതന്മാരെ, All souls, all angels which are lost. കഴിഞ്ഞ 998 ആണ്ട് മെയ് മാസം 27 ദൈവത്തിന്റെ വലിയൊരു ശുശ്രൂഷയില് കടന്നു വന്ന് കീഴടങ്ങിയവരാണ്. തള്ളപ്പെട്ടു പോയ ദൈവദൂതന്മാരുടെ വലിയൊരു സമൂഹം വന്ന് കീഴടങ്ങി 998 മെയ് മാസം 27. In the past service of us, many angels which were lost, which were rejected, have come together and they have got അന്ന് ഈ saved. സംഭവം നടന്നപ്പോൾ ഞാൻ ആ ധ്യാനത്തിന്റെ അവസാനം ഞാൻ അവിടെ അനൗൺസ് ചെയ്തു, ഇപ്രകാരം തള്ളപ്പെട്ടു പോയ ദൈവത്തിന്റെ ദൂതന്മാര് അവര് വലിയൊരു സമൂഹം 3 പ്രാവശ്യമായി വന്ന് ഏറ്റുപറഞ്ഞ് അക്രമികളായിട്ട് കടന്നു വന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അവരെ ബന്ധിച്ച് കീഴ്പ്പെടുത്തി പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിശുദ്ധ മിഖായേലിന്റെ സഹായത്താൽ അവരെല്ലാം കീഴടങ്ങി ഏറ്റുപറഞ്ഞ് 3 പ്രാവശ്യമായിട്ട് ഈ ദൈവദൂതന്മാര് കടന്നുപോയി സ്വർഗത്തിലേക്ക്. And these rejected lost souls, they came in 1989 in the month of May. They were very violent, but because of our repeated prayer, long prayers in 3 batches, with the help of Holy Virgin Mary and Saint Michael, they surrendered before the Lord, and in 3 batches they were saved. ദൈവം ഈ തള്ളപ്പെട്ടവരെ സ്വീകരിച്ചത് അവർ പഴയ അവസ്ഥയിലായിരുന്ന അവസ്ഥയിലേക്കല്ല, ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കയറ്റിവിട്ടിട്ടില്ല. കാരണം അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയവരാണ്. പക്ഷെ വീണ്ടെടുത്തു. അവരിന്ന് സാധാരണക്കാരായി രക്ഷപ്പെട്ടു പോകുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരെ സ്വീകരിക്കുന്നു. ഈ ദൂതന്മാരെ തള്ളപ്പെട്ടു ആയിരുന്നു കൊണ്ട് ഒരു പ്രത്യേകമായ സ്ഥലത്ത് അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. God has these angels, they rejected God, but when Lord has led them from darkness to the light, Lord has led them not to the glorious place, but in a separate place where they have been held. ഇനി വലിയൊരു സമൂഹം അവരുടെ ഭാഗത്ത് നിൽപ്പുണ്ട്, രക്ഷപ്പെടാത്തവര്, കടന്നു വരാത്തവരായിട്ട്. And yet there is a big group who have still not come and they are yet waiting for salvation. അവരും സമയത്തിന്റെ തികവില് വന്ന് കീഴടങ്ങുക തന്നെ ചെയ്യും. In the maturity of time, they also will come and they will submit themselves to the Lord and get saved. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം പലരും ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ പിശാചിനെ കുറിച്ച് ഒത്തിരി കാര്യം പറയേണ്ടി വരും. അല്ലെങ്കിൽ കടക്കുന്നില്ല. ഇത്രമാത്രം അറിഞ്ഞിരിക്കുക, ഇനിയും വലിയൊരു സമൂഹം ഈ തള്ളപ്പെട്ട ദൂതന്മാർ നിൽക്കുകയാണ്. അവരുടെ വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ട് ലോകത്തിൽ. അതൊക്കെ വേണ്ടി വലിയ പ്രാർത്ഥന ആവശ്യമാണ്. അവരും യേശുവിന് മുമ്പിൽ യേശുനാമത്തിൽ കീഴടങ്ങണം. If you ask me how this will be possible, then I will have to speak in detail. But in short, I will tell you there is a great number of souls. They are still waiting for salvation and they are being held in the center power of evil forces, and we need to offer much prayer to save them. പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണ് ഈ അശുദ്ധാത്മാക്കളെല്ലാം പിടിക്കപ്പെട്ടിട്ടുള്ളത്, കീഴടങ്ങിയിട്ടുള്ളത്. And through the Holy Virgin Mary, all these unclean evil spirits have surrendered and got saved. ജപമാല പ്രാർത്ഥനയിലൂടെ ശക്തിയിലൂടെയാണ് ഇവരെല്ലാം ഒന്ന് സറണ്ടർ ആയിട്ടുള്ളത്. And through the prayer of Holy Rosary, these souls have been saved. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫിലിപ്പിയർ ലേഖനം 2:10-11 വചനങ്ങള്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയിട്ടാണ്. Letter to the Philippians chapter 2 verse 10 and 11 says, in heaven and on the earth and under the earth, every knee shall bow and every tongue would confess that Jesus is the Lord, to the glory of God. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള സകലരും കർത്താവ് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് എല്ലാ അധരങ്ങളും ഏറ്റുപറഞ്ഞ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Every power in heaven and on the earth and under the earth will bend down their knees and they will
confess with their tongue that Jesus is the Lord to the glory of God. ദൈവത്തിന്റെ ഈ വചനം മാംസം ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And this word is being materialized, getting flesh. അതിന്റെ പൂർണ്ണതയിൽ വചനം മാംസം And ധരിക്കപ്പെട്ടിരിക്കുന്നു. in the maturity of time, this will be fulfilled. വലിയ പ്രാർത്ഥന നമുക്ക് And ഉണ്ടാകണം. for this sake, we need to pray much. നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. All the souls which are lost, we must pray for them. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചവർ മാത്രമല്ല, Not only for the people who have departed from our family. ഈ ലോകമെമ്പാടും മരിച്ചുപോയ സകല മനുഷ്യർ, All over the world, the people who have departed from here, we must pray for all of നാം them. അർപ്പിക്കുന്ന ജപമാലയിലൂടെ, Through the holy rosary that we offer, നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളിലൂടെ through the holy mass that we offer, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. we must intercede for them. ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, Whatever may be their religion, whatever may be their ഏത് creed, ഭാഷയോ ഏത് വർഗമോ ആയിക്കൊള്ളട്ടെ, whatever may be their nationality and language, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. we only need to pray for them. ദൈവത്തിന്റെ ആത്മാവ്, The mighty Spirit of God, സ്പിരിറ്റിന്റെ അഭിഷേകം, through this anointing of Spirit in ഈ Jesus, അഭിഷേകത്തിന്റെ ശക്തിയിലൂടെ by the power of this anointing, സകല നാരിക ശക്തികളുടെ മേൽ all infernal powers, പിതാവാ ദൈവം God the Father, വിജയം ഭരിക്കുക തന്നെ ചെയ്യും. He will gain victory over them. He will be triumphant. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിക്കാം സ്വർഗ്ഗത്തിലേക്ക്. Let us lift up our hands. കണ്ണുകൾ അടയ്ക്കാം. Close the eyes. യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത് മാംസം ധരിക്കണം. വ്യക്തിപരമായിട്ട് മാംസം ധരിക്കുമ്പോൾ സകല ശത്രുക്കളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകും. The power of name of Jesus should become flesh in our life. Then only we can get rid of the evil forces. നമുക്കെതിരെ കടന്നു വരുന്ന ഏത് ശക്തികളെയും ബന്ധിക്കാൻ യേശുവിന് അധികാരമുണ്ട്. മത്തായി സുവിശേഷം 16:19 ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. In the merit of Gospel of St. Matthew, chapter 16:19, whatever you bind on the earth will be bound in heaven, and whatever you loose here will be loosened in heaven. This power is given to us. ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ട വലിയ ശക്തിയാണ്, അധികാരമാണ് ഈ വചനം. And this verse of the Holy Scripture is a great authority for us. God has given to us. ഏത് ശക്തികളെയും ഏത് നാരീ ശക്തികളെയും ബന്ധിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. This promise has got power and authority to bind any infernal spirit, any hellish power. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഈ വചനം കൊണ്ട് ഏതിനെ ബന്ധിക്കുമ്പോഴും അത് ബന്ധിക്കപ്പെടുകയാണ്. And by the power of the Holy Spirit, whatever you bind, it will get bound. ഇതെല്ലാം ഈ വചനത്തിന്റെ ശക്തിയാണ്. And what this verse can do, all these things. നമ്മുടെ കൈവൃത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എന്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ശക്തി അയച്ചുകൊണ്ട് ദൈവത്തിന്റെ ഓരോ വചനമെല്ലാം അംശം ധരിക്കുവാൻ എന്നെ സഹായിക്കണമേ. Let us pray to the Holy Spirit by sending your power, O Lord. May the word of God become flesh in me. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതാ മേഘം പോലെ ദൈവത്തിന്റെ വലിയ പരിശുദ്ധി നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. Like a bright cloud, radiant cloud, the holiness of God is descending upon each one of you. യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് ദൈവം ഉയർപ്പിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. The word says, if you confess that Jesus is the Lord and He has the power to save you, യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം, നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. Confess by your tongue that Jesus is the Lord and believe it in your heart, and it will. ദൈവം യേശുവിനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. God resurrected Jesus. You must have this trust in your heart. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു കർത്താവാണ്. Lord, I believe that Lord Jesus is the Lord. യേശു ക്രിസ്തു കർത്താവാണെന്ന വാക്കിന്റെ അർത്ഥം യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. Jesus is the Lord. It means that He alone is the Savior. യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണ്. He alone is true and only God. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ്. Jesus' name is above all names. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുവൻ വിശ്വസിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ യേശു കർത്താവായിട്ട് മാറുന്നത്. When you believe these three things, you will know that Jesus is the ദൈവത്തിന്റെ Lord. വചനം അപ്പോസ്തലപ്രവർത്തനം 4:12 പറഞ്ഞിരിക്കുന്നു,
മറ്റാരും രക്ഷയില്ല. ആകാശയുടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. The Acts of Apostles, chapter 4, verse 12 says, there is no other name given to human race for salvation but the name of Jesus Christ. രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. If you want to get saved, believe in Lord Jesus. യേശുവിന്റെ വചനങ്ങളെ വിശ്വസിക്കണം. And the word that he has spoken, you have faith in them. അവന്റെ നാമത്തെ വിശ്വസിക്കണം. You must believe in his name. അവന്റെ നാമത്തിൽ നിനക്ക് പാപക്ഷമ ലഭിക്കണം. And you must receive redemption through his യേശു പറഞ്ഞു, name. ഞാനാണ് വഴിയും സത്യവും ജീവനും. Jesus has said, I am the way, the truth and the യേശുവാണ് life. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി. He alone is the way to heaven. യേശുവാണ് പിതാവിലേക്കുള്ള വഴി. He is the only way to God the Father. അവന്റെ വചനങ്ങൾ ആരനുസരിക്കുന്നുവോ അവൻ യേശുവിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. And whoever obeys his commandment will come to the path of Jesus. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂന്ന് ഒരുവൻ തിരിച്ചറിയണം. And you must know that there is salvation only in the name of Jesus. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂവെന്ന് അറിഞ്ഞ് വിശ്വസിക്കണം. From the snares of the devil, to get redeemed of it, there is only one name given to us, that is the name of Jesus Christ. യേശുവിനെ പിതാവാദൈവം അയച്ചതാണെന്ന് ഒരുവൻ വിശ്വസിക്കണം. You must believe that Jesus Christ was sent by God the Father. യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ വിശ്വസിക്കണം. You must clearly, distinctly know that he came down from heaven. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കണം. You must believe that he is the Son of God. മൂന്നാമതായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി അധികാരമുണ്ട്. ഏത് തിന്മകളെയും കീഴ്പ്പെടുത്തുവാനുള്ള അധികാരവും ശക്തി യേശുവിന്റെ നാമത്തിനുണ്ടെന്ന് തിരിച്ചറിയണം. And then distinctly you should know that the name of Jesus has the power and authority to get rid of any evil force. ഈ മൂന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് പറയാൻ സാധിക്കും, യേശു എന്റെ കർത്താവാണ് എന്ന്. And if you know these 3 points, you will come to know that Jesus is your Lord. കയ്യിൽ വിട്ടു പിടിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lift up your hand and say that Lord Jesus is my Lord. യേശു എന്റെ കർത്താവാണ്. Lord Jesus യേശു is എന്റെ my കർത്താവാണ്. യേശു എന്റെ രക്ഷകനാണ്. He is my യേശു എന്റെ Savior. ദൈവമാണ്. He is my യേശുവിന്റെ God. നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ്. His name is above യേശു all നാമത്തിന് ശക്തിയുണ്ട്, His name has അധികാരമുണ്ട്. power. It has authority. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.